കറുപ്പും വെളുപ്പിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സ്ഥാനാർത്ഥികളെ പരിചയപ്പെടുകയാണ്. ഇലക്ഷൻ കാലം നമുക്കെല്ലാം ഉത്സവകാലം പോലെയാണല്ലോ. നമുക്ക് ഓരോരോ സ്ഥാനാർത്ഥികളായിട്ട് നമുക്ക് പരിചയപ്പെടാം. ആദ്യം ഡിക്ലെയർ ചെയ്ത സ്ഥാനാർത്ഥി ശ്രീ ആര്യാടൻ ഷൗക്കത്താണ്. അദ്ദേഹം നാമനിർദ്ദേശ പത്രിക കൊടുക്കുന്നു എന്ന് പറയുന്നു. ഒരു തീരുമാനമായിട്ടില്ല. അതുകൊണ്ട് ചിലപ്പോൾ അൻവറുമായിട്ടൊരു അണ്ടർസ്റ്റാൻഡിങ്ങിലുള്ള സാധ്യത ഈ 5-ാം തീയതി വരെയുണ്ട്. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുന്നത് വരെയുണ്ട്. കാര്യം തൃണമൂൽ കോൺഗ്രസിന് ബംഗാളിലെ കോൺഗ്രസുമായിട്ട് ചില പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അവർ തമ്മിൽ ചില ചർച്ചകൾക്കൊക്കെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ചിലരൊക്കെ ഈ തലയിൽ മുണ്ടൊക്കെ ഇട്ട് രാത്രി വീട്ടിൽ പോയത്, പിന്നെ ഓതറയിൽ പോയത്. അപ്പോൾ അത് വരട്ടെ. അപ്പോൾ നമുക്ക് ഉറപ്പുള്ളൊരു സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് ചിലപ്പം അൻവറിനെ ചിലപ്പോൾ BJP പിന്തുണച്ചുകൂടാ എന്നില്ല. കാര്യം പൊതുശത്രുവിനെതിരായിട്ട് ഞങ്ങൾ വോട്ട് ഭിന്നിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ തന്ത്രമാണെന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, അത് നടക്കട്ടെ, നടക്കും പോലെ നടക്കട്ടെ. ഇപ്പൊ നമ്മളിലുള്ള പിന്മാറില്ലാന്ന് നമുക്ക് ഉറപ്പുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റും ഇല്ലാത്ത ഒരു സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശ്രീ M സ്വരാജാണ്. യുവ തുർക്കി എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പൊ തുർക്കി എല്ലാവരും നിരോധിച്ചുകൊണ്ട് തുർക്കി എന്ന് പറയാൻ പറ്റില്ല, യുവത്തു എന്ന് വേണമെങ്കിൽ പറയാം. കാര്യം തുർക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോദി ചീത്ത വിളിക്കും. അതുകൊണ്ട് അത് വേണ്ട. അപ്പോ ശ്രീ M സ്വരാജാണ് LDFന്റെ പാർട്ടി സ്ഥാനാർത്ഥി. ഇതുവരെ അവിടെ LDF സ്വതന്ത്രന്മാരെ വിട്ടുള്ള കളിയായിരുന്നു. അൻവറിനെയും മുസ്ലിം നമ്മുടെ KT ജലീലിനെയും പോലുള്ള ഈ അരിവാൾ ചുറ്റിക ഷർട്ടിനകത്ത് മാത്രം വരച്ചേക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവരെല്ലാവരും അരിവാൾ ചുറ്റിക പച്ച കുത്തിയിട്ടുണ്ട്, ഷർട്ടിനകത്തുള്ളതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റത്തില്ല. പക്ഷെ അവരെല്ലാം പാർട്ടിയുടെ ധീര സഖാക്കളാണ്. അപ്പോൾ ഒരു സഖാവ് ചതിച്ചതുകൊണ്ട് നമുക്കൊരു പാർട്ടിക്ക് സ്വന്തമായിട്ട് ചിഹ്നത്തിൽ മത്സരിക്കാൻ ഒരു അവസരം കിട്ടി. ചതിച്ച സഖാവിനും നന്ദി. ചതിച്ച സഖാവും ചോദിച്ചപ്പോഴത്തേക്ക് അടുത്ത തവണ മന്ത്രിസ്ഥാനവും അജിത് കുമാറിന്റെ തലയും കൊടുക്കാന്ന് പറഞ്ഞാണ്. പക്ഷെ അയാൾ കേട്ടില്ല. അയാൾ പെട്ടെന്ന് ക്ഷുഭിതനായിട്ട് പോയിട്ട് അയാൾക്ക് പെട്ടെന്ന് കാര്യങ്ങൾ നടക്കണം, മരുമകനെ മന്ത്രിസഭയിൽ നിന്ന് മാറ്റണം, ഇതൊക്കെ നടക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ഞാൻ ചെയ്തില്ല. അപ്പോൾ പാർട്ടി സഖാവിനെ നമ്മൾ ചിഹ്നത്തിൽ നിർത്തിക്കുകയാണ്. ഏതോ ഒരു ദാസൻ പറയുന്നുണ്ടായിരുന്നു ഇവരൊക്കെ മുഖ്യമന്ത്രി വരെ ആകാൻ യോഗ്യരാണെന്നൊക്കെ പറയുന്നു. ആദ്യം MLA ആവട്ടെ, എന്നിട്ട് നമുക്ക് മുഖ്യമന്ത്രി ആക്കുന്നതിനെ പറ്റിയിട്ട് നമുക്ക് ആലോചിക്കാം. ഈ ജനങ്ങളുടെ ദാസൻ ഇവിടെ ഉള്ളപ്പോഴത്തേക്ക് ഗുരുക്കന്മാരുടെ ദാസന്മാർ ഇവിടെ വേണ്ട. ജനദാസൻ ഇവിടെ ഉണ്ട്. ജനദാസൻ പറഞ്ഞു നമ്മുടെ സ്ഥാനാർത്ഥി ജയിപ്പിക്കേണ്ട ഒരു ആവശ്യം എന്ന് പറയുമ്പോഴത്തേക്ക് ബക്രീദാണ് വരുന്നത്. ഇപ്പൊ ബക്രീദിന് പറ്റിയ ഒരു സ്ഥാനാർത്ഥിയെ തന്നെ നമ്മൾ പച്ച ഷർട്ട് ഇട്ട് നമ്മൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇദ്ദേഹം വളരെ വിദഗ്ധനാണ്. നേരത്തെ നമ്മളൊരു മെഡിക്കൽ വിദഗ്ധനാണ് കൊണ്ടുവന്നത്. ഇദ്ദേഹം ഒരു പ്രസവ രോഗ വിദഗ്ധനാണ്. അയ്യപ്പനെയും മാളികപ്പുറത്തമ്മയും കൂടെ കല്യാണം കഴിപ്പിച്ച് മാളികപ്പുറത്തമ്മയുടെ പ്രസവം വരെ എടുത്ത ആളാണ്. എല്ലാ ദിവസവും കന്യയ്യപ്പന്മാർ വരികയാണ്. എന്നെങ്കിലും ഒരിക്കലും ഇത് വരാതിരിക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് മാളികപ്പുറത്തമ്മ ഇരിക്കുന്നത്. അയ്യപ്പനും പ്രതീക്ഷ ഉണ്ടാവും, കാരണം എന്താ പറഞ്ഞ വാക്കാണ്. പക്ഷെ എല്ലാ ദിവസവും വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കാത്തിരുന്ന് മാളികപ്പുറത്തമ്മയ്ക്ക് ദുഃഖം സഹിക്കാനാവാതെ മാളികപ്പുറത്തമ്മ കരഞ്ഞു. അതാണ് ആ കണ്ണുനീരിങ്ങനെ വന്ന് വീണ് അത് ഒരു മഹാപ്രളയമായി മാറി. അങ്ങനെയാണ് കേരളത്തിൽ പ്രളയം ഉണ്ടായത്. മനസ്സിലായി? പ്രളയം വന്നത് അങ്ങനെയാണ്. ആ പ്രളയം വന്നപ്പോ അച്ചൻകോവിലാറിലും മീനച്ചിലാറിലും ആലുവാപ്പുഴയിലും ഒക്കെ വെള്ളം പൊങ്ങി. അങ്ങനെ പമ്പയിലും വെള്ളം പൊങ്ങി. പ്രളയം വന്നതെന്നാന്ന് ഓർമ്മയുണ്ട്. ആഗസ്റ്റ് 16 നമ്മുടെ അത്തം ഘോഷയാത്ര നമ്മൾ ഒഴിവാക്കിയില്ല. ആഗസ്റ്റ് 15 അത്തം ഉദ്ഘാടനം ചെയ്തു. പക്ഷെ ഘോഷയാത്ര വേണ്ടെന്ന് വെച്ചു. അപ്പോഴേക്ക് മഴ കനത്തു. ആഗസ്റ്റ് 16 മഴ പ്രളയമായി വന്നു. 17 ആയപ്പോഴേക്ക് വീടുകളെല്ലാം മുങ്ങിപ്പോയി. അപ്പോൾ പമ്പയിലും വെള്ളം പൊങ്ങി. എല്ലാ വീടും വെള്ളത്തിലടി. ആർക്കും അങ്ങോട്ട് പോകാൻ വയ്യ. അപ്പോൾ ഒരാൾക്കും ശബരിമലയിലേക്ക് കയറാൻ വയ്യാത്ത സാഹചര്യം. ആഗസ്റ്റ് 17 എന്ന് പറഞ്ഞാൽ ചിങ്ങം 1 ആഗസ്റ്റ് 17 ചിങ്ങമാസം 1 തീയതി നട തുറന്നപ്പോ കന്യയ്യപ്പനും ഇല്ല, ഗുരുസ്വാമി ഇല്ല, ആരുമില്ല. കാരണം പ്രളയമാണ്. അങ്ങനെ ചരിത്രത്തിൽ ആദ്യമായി കന്യയ്യപ്പൻ ചിങ്ങമാസം 1 തീയതി മലയിലെത്തിയില്ല. അപ്പൊ വ്യവസ്ഥ പ്രകാരം എന്ത് വേണം? മാളികപ്പുറത്തമ്മയെ വിവാഹം കഴിക്കണം. ആഗസ്റ്റ് മാസം 18 തീയതി. വാക്ക് പറഞ്ഞാൽ പാലിക്കുന്ന ആളല്ലേ അയ്യപ്പൻ. അല്ലാതെ വാക്കിന് വ്യവസ്ഥ ഇല്ലാത്ത ആളാ അയ്യപ്പൻ എന്നാ പറയുക? അങ്ങനെയുണ്ട്. 18 തീയതി വാക്ക് പ്രകാരം അയ്യപ്പൻ മാളികപ്പുറത്തമ്മയെ വിവാഹം കഴിച്ചു. അങ്ങനെ ബ്രഹ്മചര്യം അവസാനിച്ചു. അതുകൊണ്ട് ഇനി ശബരിമലയിൽ ഭക്തർക്ക്, സ്ത്രീകൾക്ക് വരുന്നതിൽ തടസ്സമില്ല. കാര്യങ്ങൾ ഇങ്ങനെ ആയതുകൊണ്ട് ജഡ്ജി ദീപക് മിശ്രയെ കൊണ്ട് അയ്യപ്പൻ
തന്റെ ഹിതപ്രകാരം വിധി എഴുതിയപ്പോൾ ഇനി സ്ത്രീകൾക്ക് വരാം എന്ന് വിധിയിൽ എഴുതി ചേർത്തു. അങ്ങനെയാണ് വിധി വന്നിട്ടുള്ളത്. അങ്ങനെ വിശ്വസിച്ചാൽ പോരെ, പ്രശ്നം കഴിഞ്ഞില്ലേ? ഞാൻ ഈ പറഞ്ഞതൊക്കെ യുക്തിയില്ലേ? ഞാൻ ഈ പറഞ്ഞതിൽ യുക്തിരഹിതമായി എന്തെങ്കിലും ഉണ്ടോ? നിങ്ങൾ പറ. യുക്തിയില്ലാത്ത എത്രയോ കാര്യങ്ങൾ നമ്മൾ വിശ്വസിക്കുന്നു. സുപ്രീം കോടതിയുടെ വിധി വന്ന പശ്ചാത്തലത്തിൽ ഈ യുക്തിസഹമായ വിശ്വാസത്തെ നമ്മളങ്ങ് സ്വീകരിച്ചാൽ വല്ല പ്രശ്നമുണ്ടോ? എല്ലാ പ്രശ്നവും പരിഹരിക്കും. അത്രയ്ക്ക് വിദഗ്ധനാണ്. അപ്പോഴത്തേക്ക് അങ്ങനെ ഒരാളായിരിക്കും നിലമ്പൂരുകാർക്ക് ആവശ്യമായിട്ട് വരിക. പ്രത്യേകിച്ചും മലപ്പുറം ജില്ലയിൽ വീട്ടിലെ പ്രസവങ്ങൾ കൂടി വരുന്ന ഒരു അവസരമുണ്ട്. ആൾക്കാരൊന്നും ആശുപത്രിയിൽ പോകുന്നില്ല പ്രസവിക്കാൻ. വീണ ജോർജ് അതിൽ വളരെ ദുഃഖിതയാണ്. അതുകൊണ്ട് ആശുപത്രിയിൽ പോയി പ്രസവിക്കാത്തവർക്ക് വീട്ടിൽ വന്ന് പ്രസവം എടുക്കാൻ വേണ്ടിയിട്ടുള്ള വൈദഗ്ധ്യം കൂടെ ഉള്ള ഒരാളാണ്. പ്രത്യേകിച്ച് അയ്യപ്പനെയും മാളികപ്പുറത്തമ്മയ്ക്കും ഒക്കെ കുട്ടിയെ പേരെടുക്കുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ ഒരാളാണ്. അപ്പം നമ്മൾ കൂടുതലൊന്നും പറയുന്നില്ല. ബക്രീദാണ് വരുന്നത്. ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ നിങ്ങൾക്ക് വിട്ടു തന്നിട്ടുണ്ട്. നിങ്ങൾ വേണ്ടവണ്ണം അവരെ കാത്തോളണം. പിന്നെ സഖാവ് റഹീം ഉടനെ മുദ്രാവാക്യമായിട്ട് വരും. പുള്ളിക്കാരൻ വിളിക്കാൻ പോകുന്ന മുദ്രാവാക്യം പാർട്ടി കമ്മിറ്റി അംഗീകരിച്ചിട്ടുണ്ട്. സഖാവല്ലേ, സുമുഖനല്ലേ, സുന്ദരനല്ലേ, സഖാവല്ലേ, സ്വരാജല്ലേ, ജോറാവട്ടെ എന്ന് പറഞ്ഞുള്ള മുദ്രാവാക്യമായിട്ട് ഡബിൾ എ റഹീം ഉടനെ വരും. അപ്പോൾ നമുക്ക് ഒരു പാട്ടോടുകൂടി, പിന്നെ പുള്ളിക്കാരൻ വളരെ പ്രസംഗത്തിൽ വളരെ വിദഗ്ധനാണ്. പുള്ളിക്കാരൻ്റെ ഒറ്റ പ്രസംഗത്തിൽ ആരിഫ് മുഹമ്മദ് ഖാനെതിരായിട്ടുള്ള ഒറ്റ പ്രസംഗത്തിൽ പുള്ളിക്കാരൻ ആരിഫ് മുഹമ്മദ് ഖാനെ മോദി ഡൽഹിക്ക് വിളിച്ചു. ഇപ്പം മോദിയുടെ വീട്ടിലെ ചെടി നനയ്ക്കുന്ന ജോലിയാണ് ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത്രയ്ക്ക് വിദഗ്ധനാണ്. എന്തായാലും ബക്രീദാണ് വരുന്നത്. പടച്ചോനെ നിങ്ങൾ കാത്തോളി. ഒരു സോങ്ങും കൂടെ ഇട്ട് തരാം. ബലികുടീരങ്ങളെ. നന്ദി, നമസ്കാരം.